മുഴപ്പാല മാമ്പ SUM കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ 2022-24 ബാച്ചിന്റെ കോൺവക്കേഷൻ സെറിമണി കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്നു. KE സാഹിബ് ട്രെയിനിംഗ് കോളേജ് പ്രിൻസിപ്പൽ TP അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. കോളേജ് പ്രിൻസിപ്പൽ ജയശ്രീ അധ്യക്ഷയായി. അഞ്ചരക്കണ്ടി പഞ്ചായത്ത് പ്രസിഡന്റ് KP ലോഹിതാക്ഷൻ, അസിസ്റ്റന്റ് പ്രൊഫസർ ഷിൻസി മോഹൻ, വാർഡ് മെമ്പർ VV വത്സല, കോളേജ് ചെയർമാൻ അബ്ദുൾ റഹ്മാൻ കല്ലായി, കോളേജ് വൈസ് ചെയർമാൻ അബ്ദുൾ അസീസ് ഹാജി, കോളേജ് മാനേജർ അഹമ്മദ് കുട്ടി, സെക്രട്ടറി അബ്ദുള്ള, അഡ്വക്കേറ്റ് MP മുഹമ്മദ് അലി, PTA പ്രസിഡന്റ് PV ജയപ്രകാശ്, TV അബ്ദുൾ ഖാദർ ഹാജി, മൂസ ഹാജി, മുസ്തഫ കബീർ, പ്രസീദ, EP കൃഷ്ണകുമാർ എന്നിവർ സംസാരിച്ചു. ആ കഴിവുകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് നിങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം. കാരണം കുട്ടിക്ക് കഴിവ് കൊടുക്കുന്ന ദൈവം ഒരു പഞ്ഞവും കാണിച്ചിട്ടില്ല. യഥാർത്ഥത്തിൽ ഒരുപാട് കഴിവുകൾ കൊടുത്തിട്ടുണ്ട്. ശരിക്കും ദൈവത്തിന്റെ മുമ്പിൽ ഈ ചർച്ച വന്നു. കഴിവുകൾ കൊടുക്കുമ്പോൾ അത് മനുഷ്യൻ ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യത ഉണ്ടല്ലോ. അപ്പൊ എവിടെയെങ്കിലും മറച്ചു വെക്കുന്നതാണല്ലോ. എവിടെ മറച്ചു വെക്കും? സമുദ്രത്തിന്റെ അഗാധ തലങ്ങളിൽ ഒളിച്ചു വെക്കാമെന്ന് ഒരു കൂട്ടം മാലാഖമാർ പറഞ്ഞു. അതല്ല, കൊടുമുടിയുടെ ഉരങ്ങളിൽ വെക്കാമെന്ന് വേറൊരു കൂട്ടം മാലാഖമാർ പറഞ്ഞു. അപ്പൊ ദൈവം പറഞ്ഞു, അതൊക്കെ മനുഷ്യൻ എത്രയോ പെട്ടെന്ന് എളുപ്പത്തിൽ കണ്ടെത്തും. അവിടെയൊന്നല്ല വെക്കേണ്ടത്, മറിച്ച് മനുഷ്യന്റെ ഉള്ളിലാണ് വെക്കേണ്ടത്. അവൻ ഉള്ളിലേക്ക് അധികം നോക്കാൻ സാധ്യതയില്ല. ഉള്ളിലേക്ക് നോക്കിയാൽ മാത്രമേ കഴിവുകൾ പുറത്തേക്ക് വരികയുള്ളൂ. അങ്ങനെ കഴിവുകൾ പുറത്തേക്ക് വരണമെങ്കിൽ എളുപ്പത്തിൽ വരാനൊന്നും ദൈവം അനുവദിച്ചിട്ടില്ല. നോക്കുമ്പോഴേക്ക് പുറത്തു വരില്ല. അത് അധ്വാനത്തിലൂടെ മാത്രമേ വരികയുള്ളൂ. ലോകത്തിലെ എല്ലാ അത്ഭുതങ്ങളും സംഭവിച്ചത് അധ്വാനത്തിലൂടെയാണ്, വിയർപ്പിലൂടെയാണ്. നിങ്ങൾ നാദിയ കോമേച്ചിയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? റൊമേനിയയുടെ രോമാഞ്ചം ഒളിമ്പിക്സ് നടന്നാൽ ഇപ്പോ 10ൽ 10 പോയിന്റ് നേടിയിട്ട് പെർഫെക്റ്റ് ജിംനാസ്റ്റ് ആയിട്ട് റോം ഒളിമ്പിക്സ് 1960 സ്വർണം നേടിയ അവരുടെ റെക്കോർഡ് ഇപ്പോഴും അങ്ങനെ തന്നെ കിടക്കുകയാണ്. അത് പിന്നീട് ഒരാൾ മാത്രമേ 10ൽ 10 പോയിന്റ് പെർഫെക്റ്റ് ജിംനാസ്റ്റ് ആയിട്ടുള്ളൂ. അപ്പൊ അത്രയും അവരുടെ ഒരു ജീവിതത്വം നിങ്ങൾ വായിച്ചു നോക്കിയാൽ കാണാം. ഒരു ദിവസം 10 മണിക്കൂറെങ്കിലും പ്രയത്നിക്കുമായിരുന്നു അതിന് വേണ്ടിയിട്ടില്ല. അപ്പൊ ഏത് മേഖലയിൽ വിജയിക്കണമെങ്കിലും അധ്വാനം വളരെ പ്രധാനപ്പെട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അധ്വാനിക്കാൻ കുട്ടികളെ പ്രാപ്തരാക്കുക എന്നുള്ള വലിയ ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ നമ്മള് 2024 നമ്മൾ ലോകകപ്പ് നേടി. ആ ലോകകപ്പ് നേടി ഒരു ദിവസം കൊണ്ട് നേടിയതാണ് അല്ല, ഒരുപാട് വർഷത്തെ കഠിനാധ്വാനത്തിന്റെ ഫലമായിരുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ കളി കാണുമ്പോൾ നമ്മൾ ആവേശം കൊള്ളാറുണ്ട് അല്ലെ? അദ്ദേഹം ഒരു ദിവസം 2500 പുഷപ്പുകൾ എടുക്കും. നമുക്ക് 25 പോലും എടുക്കാൻ വേണ്ടിയാണ്. 2500 പുഷപ്പുകൾ എടുത്തിട്ടാണ് അദ്ദേഹം ബോഡി ഫിറ്റ് ആയിട്ട് നടത്തുന്നത്.